എന്റെ കൺമുമ്പിലാണ് എല്ലാം സംഭവിച്ചത്. ഞാനും മരിച്ചുവെന്നാണ് കരുതിയത്. എങ്ങനെയാണ് ഞാൻ ജീവനോടെ പുറത്തു കടന്നതെന്ന് എനിക്കറിയില്ല. വിമാന ദുരന്തത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് പറയുമ്പോൾ വിശ്വാസ് കുമാർ രമേശിന് ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല. അവിശ്വസനീയം എന്ന് മാത്രമേ വിശ്വാസിന്റെ രക്ഷപ്പെടലിനെ വിവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് എനിക്കറിയില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി. പക്ഷേ ഞാൻ കണ്ണു തുറന്നപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ടെന്ന് മനസ്സിലായത്. ഞാൻ സീറ്റ് ബെൽറ്റ് തുറന്ന് അവിടെ നിന്ന് ഇറങ്ങി. കൺമുന്നിൽ വച്ചാണ് 2 എയർ ഹോസ്റ്റസുമാർ. വിമാനാപകടത്തിൽ ജീവനോടെ രക്ഷപ്പെട്ട ഏക വ്യക്തിയായ വിശ്വാസ് കുമാർ രമേശ് പറയുന്നു. അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട 40-കാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേശ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത്. എനിക്ക് അതിൽ നിന്ന് എങ്ങനെ ജീവനോടെ പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് അറിയില്ല. കുറച്ചു നേരത്തേക്ക് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് കരുതി, അദ്ദേഹം ദൂരദർശന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞു. വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തെ 11A സീറ്റിലായിരുന്നു വിശ്വാസ് ഇരുന്നത്. വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് നിഗമനം. ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്താണ് ഞാൻ ഇറങ്ങിയത്. അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി. കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്തായിരുന്നു. ആർക്കും ആ വഴി പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ കരുതുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു. എന്റെ കയ്യിൽ പൊള്ളലേറ്റു. എന്റെ കൺമുന്നിൽ വച്ചാണ് 2 എയർ ഹോസ്റ്റസുമാർ മരിച്ചത്, വിശ്വാസ് പറഞ്ഞു. ടേക്ക് ഓഫ് ചെയ്ത് 1 മിനിറ്റിന് ശേഷം വിമാനത്തിന് എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ പച്ചയും വെള്ളയും നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു. പൈലറ്റുമാർ വിമാനം ഉയർത്താൻ ശ്രമിച്ചു. പക്ഷേ അത് പൂർണ്ണ വേഗതയിൽ പോയി കെട്ടിടത്തിൽ ഇടിച്ചു, വിശ്വാസ് പറഞ്ഞു. ഇന്ന് രാവിലെ ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടക്കമുള്ളവർ വിശ്വാസ് കുമാറിനെ നേരിട്ടെത്തി സന്ദർശിക്കുകയും അപകടത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. 241 പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കിയ വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് വിശ്വാസ്. സഹോദരനൊപ്പമായിരുന്നു എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ലണ്ടനിലേക്ക് തിരിച്ചത്. 11A സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നത്. വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തായിട്ടായിരുന്നു 11A സീറ്റ്. വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് കരുതുന്നത്. ഞാൻ ഇരുന്ന വശം കെട്ടിടത്തിന്റെ താഴത്തെ നിലയിലേക്ക് പതിച്ചു. വാതിൽ തകർന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു. അതിലൂടെ ഞാൻ പുറത്തേക്ക് ചാടി. ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്തായിട്ടാണ് ഞാൻ ഇറങ്ങിയത്. അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു. ഞാൻ അതിലൂടെ പുറത്തിറങ്ങി. കെട്ടിടത്തിന്റെ മതിൽ എതിർവശത്തായിരുന്നു. ആർക്കും അതുവഴി പുറത്തു വരാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു, വിശ്വാസ് കുമാർ തുടർന്നു. ഉച്ചയ്ക്ക് 1:38 വിമാനം ടേക്ക് ഓഫ് ചെയ്തത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു. വിമാനം ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കും മുമ്പുള്ള സെക്കൻഡുകളായിരുന്നു വിശ്വാസ് കുമാറിനെ ജീവിതത്തിലേക്ക് അത്ഭുതകരമായ വിധത്തിൽ തിരികെ എത്തിച്ചത്. തീഗോളമായി പൊട്ടിത്തെറിച്ച വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നുവരുന്ന വിശ്വാസിന്റെ ദൃശ്യങ്ങൾ അത്ഭുതത്തോടെയാണ് രാജ്യം കണ്ടത്. കഴിഞ്ഞ 20 വർഷമായി അദ്ദേഹം ലണ്ടനിലാണ്. ഇദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടിയും ഇപ്പോൾ അവിടെയാണ് ഉള്ളതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സഹോദരൻ വിമാനാപകടത്തിൽ മരിക്കുകയും ചെയ്തു.